ബഹുമാനപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധമായ റഹ്മത്തിൻ്റെ 10 നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. മഅഫിറത്തിൻ്റെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഅഫിറത്ത് വളരെ വിശാലമാണ്. വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ മഅഫിറത്തിനെ സംബന്ധിച്ച് വളരെ വർണ്ണിച്ചുകൊണ്ട് പരാമർശിക്കുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിൻ്റെ മഅഫിറത്തിനെ തേടി അലയേണ്ട ആളുകളാണ്. കാരണം അള്ളാഹുവിൻ്റെ മഅഫിറത്ത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ കഴിയുന്നത്. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തം നഫ്സിനോട് അക്രമം കാണിച്ച, സ്വന്തം നഫ്സിനോട് തെറ്റുകളും അപരാധങ്ങളൊക്കെ ചെയ്ത ആളുകളെ അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തത്തോട് കുറ്റങ്ങളൊക്കെ ചെയ്ത, ധാരാളം തെറ്റുകൾ ചെയ്ത എൻ്റെ ദാസന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും നിരാശ പൂണ്ടവരാകേണ്ടതില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നിലേക്ക് കിട്ടില്ല, ഞാൻ അത്രയും തെറ്റുകളൊക്കെ ചെയ്ത ആളായതുകൊണ്ട് റബ്ബ് എന്നെ നോക്കൂലല്ലോ എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. നിങ്ങൾ റബ്ബിൻ്റെ റഹ്മത്തിൽ നിന്നും നിരാശ പൂണ്ടവരാകേണ്ടതില്ല. എന്നിട്ട് പറയുന്നത്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്. എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അവൻ എത്ര വലിയ പാപക്കറയുള്ളവനാണെങ്കിലും ശരി. ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. നിശ്ചയമായിട്ടും അല്ലാഹു കാരുണ്യവാനാണ്, പുറത്തു കൊടുക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പ്രതീക്ഷയർപ്പിക്കണമെന്നാണ് ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. എത്ര പാപങ്ങളുണ്ടെങ്കിലും ശരി, പാപങ്ങൾ കുന്നുപോലെ ഉണ്ടെങ്കിലും ശരി, അള്ളാഹുവിനെ തൊട്ട് ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. അള്ളാഹു തൻ്റെ മഅഫിറത്തിനെ, തൻ്റെ തൗബയെ കേൾക്കില്ലല്ലോ എന്ന് വിചാരിക്കാൻ പാടില്ല. അപ്പോൾ മരണത്തിന് മുമ്പ് വ്യക്തമായ സത്യസന്ധമായ തൗബ ചെയ്താൽ നമുക്ക് മഅഫിറത്ത് കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, തൻ്റെ പാപങ്ങൾക്ക് തൗബ ചെയ്യാൻ അവനിക്കൊരു അവസരമുണ്ട് എന്നാണ്. അവനിക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങാം. ഏത് പാപികളാണെങ്കിൽ പോലും അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലാമെന്നാണ് ഈ ആയത്ത് വ്യക്തമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് സൂറത്തു നിസാഇൽ പറയുന്നുണ്ട്, വമൻ യഅമൽ സുഅൻ ഔ യളിം നഫ്സഹു. ഒരുത്തൻ ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ സ്വന്തത്തോട് അവൻ ഒരു കുറ്റം ചെയ്തു, സുമ്മ യസ്തഗ്ഫിറുല്ലാഹ്, പിന്നീട് ആ തെറ്റിൽ നിന്നും അള്ളാഹുവിനോട് അവൻ പാപമോചനം ചോദിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങിയാൽ, യജിദില്ലാഹ ഗഫൂറർ റഹീമ, അള്ളാഹുവിനെ അവൻക്ക് പുറത്തു കൊടുക്കുന്നവനായിട്ടും, എത്ര പാപം ചെയ്തിട്ട് പോലും തന്നോട് കരുണ കാണിക്കുന്നവനായിട്ടും കാണാൻ കഴിയുമെന്ന് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുദൂസിയായ ഹദീസിലൂടെ പറയുന്നുണ്ട്, ഖാലല്ലാഹു തആല യബ്ന ആദം സന്തതികളെ വിളിച്ചുകൊണ്ട് അള്ളാഹ് പറയുന്നുണ്ട്, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി. അള്ളാഹു പറയുന്നത്, നീ എന്നെ എപ്പോഴൊക്കെയാണോ വിളിക്കുന്നത്, എന്നിൽ എപ്പോഴൊക്കെയാണ് പ്രതീക്ഷയർപ്പിക്കുന്നത്, അന്നേരമൊക്കെ നിനക്ക് ഞാൻ പുറത്തു തരും. നിന്നിൽ നിന്ന് എത്ര പാപങ്ങളുണ്ടായാലും ഞാനത് പുറത്തു തരും. ആ പാപങ്ങളെ ഞാൻ പരിഗണിക്കുക പോലുമില്ല. നീ ഇനി ഒരു തെറ്റിലേക്ക് മടങ്ങുമെന്ന രൂപത്തിൽ ഞാനത് എടുത്തുകൊണ്ട് നിനക്ക് തൗബ തരാതിരിക്കില്ല എന്ന് വിശുദ്ധമായിട്ടുള്ള ഹദീസിലൂടെ, ഖുദൂസിയായ ഹദീസിലൂടെ അള്ളാഹ് പറയുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള റഹ്മത്തിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുള്ളവരാകണം. വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗം അക്സർ മിൻ 70 മറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നിശ്ചയമായിട്ടും ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെല്ലാറുള്ളത് ഒരു ദിവസത്തിൽ 70 കൂടുതൽ തവണയാണെന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാസൂമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുമായിരുന്നു. അതായത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നുള്ളത് റബ്ബിൽ റജാ ഉണ്ട് എന്നുള്ളതിനെ അറിയിക്കുന്നു. റബ്ബിൽ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ റബ്ബിലേക്ക് അടുക്കാനും റബ്ബിൻ്റെ പ്രീതി കരഗതമാക്കാനും സഹായിക്കുമെന്ന് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഒരുത്തൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്റിനെ പറഞ്ഞാൽ, ഫീ യൗമിൻ 100 മറ, ഒരു ദിവസം ഒരാൾ ഈ ദിക്റിനെ 100 തവണ പറഞ്ഞാൽ, ഖത്തത്ത് ഖതായാഹു വലൗ കാനത്ത് മിസ്ല സുബദിൽ ബഹർ, കടലിലുള്ള തിരയോളം, തിരയുടെ ഒരു പതയുണ്ടല്ലോ, കടലിൽ തിരയടിക്കുമ്പോഴുണ്ടാകുന്ന, കടലിൻ്റെ അലമാലകളിലുണ്ടാകുന്ന
പതയോളം പാപങ്ങളിൽ അവനുണ്ടെങ്കിൽ പോലും ആ പാപങ്ങളൊക്കെ താഴ്ന്നു പോകും, ആ പാപങ്ങളൊക്കെ കരിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൽ തസ്ബീഹ് ചെല്ലാനും ഹംദ് ചെല്ലാനും നമ്മൾ ശ്രദ്ധിക്കണം. ദിക്റുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് പാപത്തെ കരിച്ചു കളയാൻ സഹായിക്കും. അത് റബ്ബിൻ്റെ റഹ്മത്തിനെ അറിയിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് നമുക്ക് എങ്ങനെ മഅഫറത്ത് കൊണ്ട് അടുക്കാം, അള്ളാഹുവിൽ നിന്ന് എങ്ങനെ മഅഫറത്തിനെ നേടാം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സത്യസന്ധമായ തൗബ നമ്മളിൽ നിന്നുണ്ടാകണം. പാപത്തെ പറിച്ചു കളഞ്ഞുകൊണ്ടുള്ള, ഖേദിച്ചു കൊണ്ടുള്ള ഇനിയൊരു മടക്കം പാപങ്ങളിലേക്ക് ഉണ്ടാകൂല എന്നുള്ള, എന്തെങ്കിലും ഹക്കുകൾ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുത്തുകൊണ്ടുള്ള സ്വാദിഖായ തൗബ ഒരാളിൽ നിന്നുണ്ടായാൽ അയാൾക്ക് മഅഫറത്ത് കിട്ടും. രണ്ടാമതായിട്ട് അവൻ ചെയ്യേണ്ടത് കസ്റത്തുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാറൊക്കെ നമുക്കറിയാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഅഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. ഈ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടൊക്കെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. മഅഫറത്ത് കിട്ടാൻ കാരണമാകുന്ന മൂന്നാമത്തെ കാര്യം പാപത്തെ കരിച്ചു കളയുന്ന നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. പാപത്തെ കരിച്ചു കളയുന്ന നല്ല നല്ല പ്രവർത്തനം നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. 5 വക്ത് നിസ്കാരം ആത്മാർത്ഥമായിട്ട് നിർവഹിച്ചാൽ തന്നെ പാപങ്ങളൊക്കെ കരിഞ്ഞു പോകുമെന്ന് ഹദീസിൽ കാണാൻ പറ്റും. ഒരു ജുമുഅ ആത്മാർത്ഥമായി നിസ്കരിച്ചാൽ അടുത്ത ജുമുഅ വരെയുള്ള പാപങ്ങളൊക്കെ കരിച്ചു കളയുമെന്നാണ്. ഒരു റമദാൻ ആത്മാർത്ഥമായിട്ട് റബ്ബിൻ്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ ചെയ്താൽ അടുത്ത റമദാൻ വരെയുള്ള അവൻ്റെ പാപങ്ങളൊക്കെ കരിച്ചു കളയുമെന്നാണ്. സ്വതക്ക, അവൻ ആത്മാർത്ഥമായിട്ട് റബ്ബ് തന്നിട്ടുള്ള സമ്പത്തിൽ നിന്നും റബ്ബിന് ഇഷ്ടപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കുക, സക്കാത്ത് കൊടുക്കുക, ഇതൊക്കെ പാപത്തെ കരിച്ചു കളയും. അതുപോലെ തന്നെ അറഫ നോമ്പും ആശുറയുടെ നോമ്പും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ പോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ, പള്ളിയെപ്പോലുള്ള മതസ്ഥാപനങ്ങളെ സഹായിക്കുക, മറ്റുള്ളവരെ പറ്റിയിട്ട് എഴുപത്ത് പറയാതിരിക്കുക, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ നമുക്ക് അള്ളാഹുവിൻ്റെ മഅഫറത്ത് സ്വായത്തമാക്കാൻ പറ്റും. ഈ റമദാനിൻ്റെ രണ്ടാമത്തെ 10 കൃത്യമായിട്ട് ധർമ്മം കൊണ്ടും മറ്റുള്ള എല്ലാ മഹാസുനുകൾ ചെയ്തുകൊണ്ടും റബ്ബിൻ്റെ മഅഫറത്ത് കരഗതമാക്കാൻ നോക്കണം. ഇസ്തിഗ്ഫാർ പതിവാക്കണം, ഇസ്തിഗ്ഫാർ കൂടുതലാക്കണം. ഇസ്തിഗ്ഫാറിലൂടെ റബ്ബിൻ്റെ തൗബ മാത്രമല്ല കിട്ടുക, മറിച്ച് റബ്ബിൽ നിന്നുള്ള റജാവും റബ്ബിലേക്കുള്ള ഒരു അടുപ്പവും റബ്ബിലുള്ള പ്രതീക്ഷയുമൊക്കെ നമുക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗവാബിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ തൗവാബിങ്ങളുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് എന്ന് മാത്രമല്ല ജീവിതത്തിൽ മുഴുവൻ സമയത്തും മഅഫറത്തിൻ്റെ ബാബ് തുറക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മഅഫറത്തിൻ്റെ ബാബിലൂടെ, വാതിലൂടെ പ്രവേശിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പം കാണിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ പതിവാക്കുന്ന ആളുകളിൽ പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഷിർക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്, കൂട്ടത്തിൽ തന്നെ ഗഫാറാണ്. ആ ഗഫാറായ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാണ്, റഹീമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ ഈ ഒരു മഅഫറത്ത് നമ്മൾ കരഗതമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയങ്ങളൊക്കെ ചിലവഴിക്കണം. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെ കളയണം, നഷ്ടപ്പെടുത്തണം, നല്ലതിൽ നഷ്ടപ്പെടുത്തണം. എന്നാൽ നമുക്ക് ഖൈർ കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിനെ നേടിയെടുക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.